12 വ്യാഴം വന്നാൽ അവർക്ക് എല്ലാ കാര്യങ്ങളിലും പരാജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ പരിഹാരമുണ്ട്. അതിനൊക്കെ ആ പരിഹാരങ്ങൾ ചെയ്ത് അതൊക്കെ നേരെയാക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ 12 വ്യാഴം വന്നാൽ അവർക്ക് ധനം കയ്യിലിരിക്കില്ല. അതുകൊണ്ട് കയ്യിലുള്ള മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കും, ആർക്കെങ്കിലും കൊടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സർവം നശിക്കാനുള്ള കാരണമായിട്ട് വ്യാഴം തന്നെ മാറാറുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള പ്രാപ്തി ഉണ്ടാക്കുന്നതാണ് ഗജകേസരി യോഗം. ഹംസയോഗം എന്തിലും വിജയം ഉണ്ടാക്കി കൊടുക്കുന്ന യോഗമാണ്. അങ്ങനെ വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് സർവേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾക്കും അത് ഒരുപാട് കാരണമാകാറുണ്ട്. വ്യാഴം അനുകൂല സ്ഥാനത്താണെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ കൈവരിക്കും. ശത്രുക്കളിൽ നിന്നുള്ള ദോഷം നമുക്ക് കുറയും, രോഗങ്ങളിൽ നിന്നുള്ള പീഡ കൂടും, ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. രോഗപീഠകൾ വ്യാഴത്തിനെ കൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ ബലത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. വ്യാഴം അനുകൂലമായിട്ടുണ്ടെങ്കിൽ ദിഷണൻ എന്ന വ്യാഴത്തിന് പറയാം. ദിഷണൻ എന്ന് പറയുന്ന വ്യാഴം അനുകൂലമാണെങ്കിൽ പൊതുവെ ആ ജാതകക്കാരന് വളർച്ച ഉണ്ടാവും എന്നുള്ളതാണ്. സർവ്വ ഈശ്വരന്മാരുടെയും അനുഗ്രഹം അവർക്കുണ്ടാകും എന്ന് കണക്കാക്കുക. സർവേശ്വരാണാം ദിഷ്ണേസ്തു നിത്യം സാന്നിധ്യം അസ്മാത് ദിഷ്ണെ അനുകൂലെ. വ്യാഴം അനുകൂലമാണെങ്കിൽ എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം അവർക്കുണ്ടാവും. വ്യാഴം പ്രതികൂലമായിട്ട് നിന്നാൽ, വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറുള്ളൂ. എന്നുവെച്ചാൽ വ്യാഴം ഈശ്വരീയ ചൈതന്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ആർക്കും പ്രതികൂലമാകാറില്ല. എന്നാൽ മകരൻ രാശി നീചരാശിയാണ് വ്യാഴത്തിന്. മകരൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം പലപ്പോഴും ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് വ്യാഴം ദോഷം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അവർക്ക് മറ്റു ഗ്രഹങ്ങളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ മുടങ്ങിപ്പോകുന്നു. അങ്ങനെ അവർക്ക് ഉണ്ടാകുന്ന യോഗങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു പ്രമാണത്തിൽ പറയുന്നു, വ്യാഴം നീചത്തിൽ വന്നാൽ ഹൃദ്രോഗാദികാര്യയുക്തം മരണതുല്യാനുഭവം ച. വ്യാഴം നീചത്തിൽ വന്നാൽ ഹൃദ്രോഗം തുടങ്ങിയുള്ള രോഗങ്ങൾ ഉണ്ടാകാം, മരണതുല്യമായിട്ടുള്ള അനുഭവങ്ങൾ, അതായത് കോമ സ്റ്റേജ് വരെയൊക്കെ ഉണ്ടാകാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ വ്യാഴത്തിൻ്റെ ആനുകൂല്യം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്ന അവസ്ഥകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ 11 വ്യാഴം വന്നാൽ അവരുടെ ജാതകത്തിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും വലിയ വിജയങ്ങളാണ് ഉണ്ടാകുക. 11ാം ഭാവം എന്ന് പറയുന്ന സർവാഭീഷ്ട ആഗമ സ്ഥാനമാണ്. അഭീഷ്ടങ്ങൾ മുഴുവൻ സാധിച്ചു കൊടുക്കുന്ന സ്ഥാനം. ആ സ്ഥാനത്ത് സർവേശ്വര കാലത്തുള്ള വ്യാഴം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി ആ വ്യാഴം തന്നെ സഹായിക്കും എന്നാണ്. അതുകൊണ്ട് 11 വ്യാഴം വന്നാൽ അവരുടെ കാര്യമൊന്നും നോക്കിയില്ലെങ്കിലും ഒക്കെ നേരെയാവുന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ വ്യാഴം 12 നിന്നാൽ അവരുടെ കാര്യം നോക്കണ്ടെന്നും പറയാറുണ്ട്. നോക്കിയാലും നേരെയാകാൻ പ്രയാസമാണെന്ന് പറയും സാധാരണ. 12 വ്യാഴം വന്നാൽ അവർക്ക് എല്ലാ കാര്യങ്ങളിലും പരാജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ പരിഹാരമുണ്ട്. അതിനൊക്കെ ആ പരിഹാരങ്ങൾ ചെയ്ത് അതൊക്കെ നേരെയാക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ 12 വ്യാഴം വന്നാൽ അവർക്ക് ധനം കയ്യിലിരിക്കില്ല, നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്താ നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജന്മാന്തരത്തിലെ കടമാണ്. കഴിഞ്ഞ ജന്മത്തിൽ മേടിച്ച കടം വീട്ടിയിട്ടില്ല, ആ കടം വീട്ടാൻ വേണ്ട ഈ ജന്മം ഉണ്ടായത്. അതുകൊണ്ട് കയ്യിലുള്ള മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കും, ആർക്കെങ്കിലും കൊടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സർവം നശിക്കാനുള്ള കാരണമായിട്ട് വ്യാഴം തന്നെ മാറാറുണ്ട്. ആ ജന്മാന്തര ദോഷങ്ങളൊക്കെ കണക്കാക്കി അതിന് പ്രായശ്ചിത്തം ചെയ്താൽ നമുക്ക് ആ വ്യാഴത്തിനെ അനുകൂലമാക്കി മാറ്റാൻ കഴിയും. അതേപോലെ ഏത് ഭാവത്തിൽ നിന്നാലും 6 വ്യാഴം നിന്നാൽ ശത്രുക്കളിൽ നിന്നുള്ള ദോഷം നമുക്ക് കുറയും, രോഗങ്ങളിൽ നിന്നുള്ള പീഡ കൂടും, ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. രോഗപീഠകൾ വ്യാഴത്തിനെ കൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് ചില പ്രത്യേക കാര്യങ്ങളിൽ രോഗബാധയായിട്ട് വരാറുണ്ട്. പിന്നെ അവർക്കും ഈശ്വരാനുഗ്രഹം കുറവാണെന്ന് പറയണം 6 വ്യാഴം വന്നാൽ. അങ്ങനെ ഓരോ ഭാവം കൊണ്ടും നമുക്ക് വ്യാഴത്തിന്റെ ബലം വെച്ചുകൊണ്ട് ചിന്തിക്കാറുണ്ട്. ഇപ്പൊ വ്യാഴം ഉച്ചനായിട്ട് നിന്നാൽ അവർക്ക് മിക്കവാറും എല്ലാ കാര്യങ്ങളും വളരെ ഉയർന്ന രീതിയിൽ തന്നെ നടക്കും. വ്യാഴം ഉച്ചനായിട്ട് നിന്ന് അതിന്റെ കേന്ദ്രത്തിൽ ചന്ദ്രൻ വരികയാണെങ്കിൽ നമുക്ക് ഹംസയോഗം എന്ന് പറഞ്ഞ മഹായോഗങ്ങളൊക്കെ നടക്കും. ഗജകേസരി യോഗം തുടങ്ങിയുള്ള യോഗങ്ങളൊക്കെ നടക്കും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള പ്രാപ്തി ഉണ്ടാക്കുന്നതാണ് ഗജകേസരി യോഗം. ഹംസയോഗം എന്തിനും വിജയം ഉണ്ടാക്കി കൊടുക്കുന്ന യോഗമാണ്.
അങ്ങനെ വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് സർവേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾക്കും അത് ഒരുപാട് കാരണമാകാറുണ്ട്. വ്യാഴം അനുകൂല സ്ഥാനത്താണെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ കൈവരിക്കും, വിദ്യാഭ്യാസപരമായിട്ട് നല്ല പുരോഗതി കൈവരിക്കും, നല്ല ഉയർന്ന സ്ഥാനങ്ങൾ കൈവരിക്കും. ഇതൊക്കെ ഈ വ്യാഴത്തിനെ കൊണ്ട് ഉണ്ടാകാറുണ്ട്.